നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ തമിഴ്നാടും നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ അതിലെന്നൊക്കെ വേണമെങ്കിൽ പറയാം കന്യാകുമാരിയിൽ വന്ന് ധ്യാനത്തിലിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് വലിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ചില കൂട്ടരുടെ വലിയ രീതിയിലുള്ള ആർത്തലച്ചുള്ള കരച്ചിൽ നിലവിളിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത് ഒരു കൂട്ടർക്ക് മതപരമാണ്, മതവെറി എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നതാണല്ലോ. മാത്രമല്ല അദ്ദേഹം ഹൈന്ദവ വിശ്വാസിയുമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ എന്നോ പോകേണ്ടിയിരുന്ന ഹൈന്ദവ വിശ്വാസത്തെ, സംസ്കാരത്തെയൊക്കെ അദ്ദേഹം പുനർജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ അർത്ഥത്തിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അത് ചിലരുടെയൊക്കെ വിദൂര സ്വപ്നങ്ങൾക്കൊക്കെ തടസ്സമാവുന്നുണ്ട്. ചിലർക്ക് 2047 ചില പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇനി ഇവിടെ അടുത്ത കാലത്തൊന്നും നടക്കുന്നില്ല എന്ന ഒരു ഇച്ഛാഭംഗം ഒരു കൂട്ടർക്കുണ്ട്. ഇനി വേറൊരു കൂട്ടർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ വെറുതെയാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ മഞ്ഞക്കണ്ണടയിലൂടെ കാണുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. ചിലർ ചോദിക്കുന്നത്, ഒരു വ്യക്തിക്ക്, നരേന്ദ്രമോദിക്ക് ധ്യാനത്തിലിരിക്കാൻ എന്തിനാണ് ഇത്രയും കോടികൾ മുടക്കി ഈ സുരക്ഷ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവർ ആത്മാർത്ഥമായിട്ട് മണ്ടന്മാരാണോ എന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നത്. ഇവർ ജനിച്ചപ്പോഴേ മണ്ടന്മാരാണോ അതോ കുറേ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മണ്ടന്മാരായി പോയതാണോ? അല്ല, അറിയാമില്ല എന്നിട്ട് ചോദിക്കുക. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, അദ്ദേഹം ഇനി മോദി ആയിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ, ആ വ്യക്തി ഇതേ സമയം ഇന്ത്യയിൽ എവിടെ ഇരുന്നാലും ഇതേ സുരക്ഷ തന്നെ വേണം. എന്താ അതൊന്നും അറിയാത്തവരാണോ നിങ്ങൾ? അദ്ദേഹം ആ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കുമ്പോഴും എത്രയാണോ സെക്യൂരിറ്റി വേണ്ടത് അത്ര സെക്യൂരിറ്റി തന്നെ അദ്ദേഹം വെറുതെ വീട്ടിൽ ഇരുന്നാലും വേണം. വീടിനകത്ത്, വീടിന് പുറത്ത്, മതിൽക്കെട്ടിന് പുറത്ത്, ആകാശ നിരീക്ഷണം, അതിൻ്റെ ചുറ്റളവിലെല്ലാം വേണം. ഒരു ഡൂക്കലി മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനുണ്ട് 1044 ഇന്നോവയും പിന്നെ അതിനനുസരിച്ചുള്ള ബ്ലാക്ക് കാറ്റും മറ്റുമൊക്കെ. അപ്പം പിന്നെ ഇന്ത്യ മൊത്തം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹം ഉറങ്ങുന്ന സമയത്തും അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഉണ്ട്. അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നാലും ശരി ഇല്ലെങ്കിലും ശരി ഇതൊക്കെ വേണം. അപ്പോൾ ധ്യാനത്തിന് ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചിലവ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇത് മോദി എന്ന സ്ഥാനത്ത് ആരാ സ്ഥാനത്തിരുന്നാലും അവർക്ക് വേണ്ടി ചിലവാക്കുന്നതാണ്. അല്ലാതെ മോദി ധ്യാനം കൂടാൻ പോകുന്നതുകൊണ്ട് അതിനായിട്ട് എക്സ്ട്രാ ആയിട്ട് ഒന്നും ചിലവാക്കുന്നില്ല. ഇനി ആ മനുഷ്യൻ ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹം അവധി എടുത്തിട്ടില്ല. അങ്ങനെ പോലും ഒരു പാഴ്ചെലവില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള 1 രൂപ ഖജനാവിൽ നിന്ന് എടുത്തിട്ടില്ല. ഇനി അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിൽ മറ്റൊരു സ്ഥലത്തൊക്കെ പോകുമായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഭക്ഷണം അദ്ദേഹത്തിന് പുറത്തുനിന്ന് കഴിക്കണമെന്ന് തോന്നി അദ്ദേഹം കഴിച്ചാൽ അതിൻ്റെ പണം പോലും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇതൊക്കെ RTI വഴി ചോദിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വിവരാവകാശ നിയമമുണ്ട്. അതാത് വകുപ്പിൽ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടും. അതിന് പോലും 1 രൂപ പോലും മടക്കാത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിപരമായിട്ട്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം യാത്ര ചെയ്യുന്നതിൻ്റെ ചിലവ് രാജ്യം വഹിക്കണം. അതാണ് മോദിയല്ല, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇത് സാധ്യമാണ്. ഇത് സാധിച്ചേ പറ്റൂ. കാരണം നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയേറെ സുരക്ഷ വേണം എന്നത് അവരുടെ പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടം വന്നാൽ, ഒരു സംഘർഷ സ്ഥലമല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രധാനമന്ത്രിക്ക് ഒരു അപകടഘട്ടം വന്നാൽ പ്രധാനമന്ത്രിയുടെ അനുവാദം പോലും വേണ്ട അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് SPGക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ. എന്നെ എടുക്കാനോ അല്ലെങ്കിൽ എന്നെ തടയാനോ പാടില്ല എന്നൊന്നും അദ്ദേഹത്തിന് അന്നേരം പറയാൻ പാടില്ല. എടുത്തുകൊണ്ട് പോയേ പറ്റൂ. അതാണ് അതിൻ്റെ നിയമം. ആ സ്ഥാനത്ത് മോദി ആണെങ്കിലും മൻമോഹൻ ആണെങ്കിലും പിണറായി ആണെങ്കിലും അത് ചെയ്തേ പറ്റൂ. അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യേണ്ടത് ഇത്രയും സംവിധാനമുള്ള വിമാനത്തിലായിരിക്കണം, അത്രയും സൗകര്യമുള്ള സുരക്ഷയുള്ള കാറിലായിരിക്കണം. ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ നടപ്പ് രീതിയിലുള്ളതാണ്. അല്ലാതെ മോദി കൊണ്ടുവന്ന ഒന്നുമല്ല, മോദിയുടെ താല്പര്യവുമല്ല അദ്ദേഹം നടക്കുന്നതും ഇതൊന്നും. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രി എന്നതിലുപരിയായിട്ട് ഒരു മനുഷ്യൻ കൂടിയാണ്. ആ മനുഷ്യന് വിചാരങ്ങളുണ്ട്, വിശ്വാസമുണ്ട്. അതൊക്കെ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട എന്നാണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്ന് നിങ്ങൾ തപ്പി നോക്കൂ. ആളൊരു മൊല്ലാക്കയായിരുന്നു. ഒരു മദ്രസയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മൊല്ലാക്കയും മറ്റുമൊക്കെ ആയിരുന്നു. ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. അതേ മതവേഷത്തോട് തന്നെയാണ് ആ സ്ഥാനത്തിരുന്നത്. സംശയമുണ്ടെങ്കിൽ നോക്കൂ. ഇനി മൻമോഹൻ സിംഗ് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കെട്ടിയതൊന്നുമല്ല ആ തൊപ്പി, ആ സിഖുകാരൻ്റെ തൊപ്പി, അല്ലെങ്കിൽ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചതൊന്നുമല്ല. അത് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസമാണ്. ഇനി കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങളുടെ ഹർകിഷൻ സിംഗ് സുർജിത്ത് സെക്രട്ടറി ആയിരുന്നല്ലോ, ദേശീയ സെക്രട്ടറി, അദ്ദേഹം ഈ തലയിൽ വെച്ച സാധനം എന്തായിരുന്നു? വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്താ സംശയം? അല്ലാതെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചതല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. അതതിനെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. മറിച്ച് അതിനെ ട്രോളാൻ നിന്ന നീയൊക്കെ വിവരം അറിയും. വേറെ കാര്യമൊന്നുമില്ല. അദ്ദേഹം 10 വർഷത്തോളം ഇവിടെ ഭരിക്കുന്നു, ഇനിയും ഭരിക്കും. ഇതാണ് നിൻ്റെയൊക്കെ കയ്യിരിപ്പെങ്കിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ആ ട്രോളുകൾക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ, നിൻ്റെയൊക്കെ മതവെറി. അതൊരു കൂട്ടർക്ക്. ഇനി മറ്റൊരു കൂട്ടർ നിൻ്റെയൊക്കെ രാഷ്ട്രീയ വെറി. ഇത് രണ്ടുമാണ്. അല്ലാതെ നരേന്ദ്രമോദി പോയി ധ്യാനിക്കുന്നതിന് നീ ഒന്നും കിടന്ന് തുള്ളേണ്ട ഒരു കാര്യവുമില്ല. മനസ്സിലായോ? ഏറ്റവും ലളിതമായിട്ടാണ് പറയുന്നത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.